ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങളുടെ തലവര എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. സോ ഈ തലവര മാറ്റാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ AYZ സയൻസ് ആൻഡ് എന്റർടൈൻമെന്റ്. വിശ്വാസമാണ് എല്ലാം. ഇങ്ങനെ നിങ്ങൾ പരസ്യത്തിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ലേ? ആക്ച്വലി അതിലൊരു കാര്യമുണ്ട്. ഈ നിങ്ങളുടെ വിശ്വാസം ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ലൈഫ് എങ്ങനെയൊക്കെ പോകണം, എന്തൊക്കെ സംഭവിക്കണം എന്നുള്ളതൊരു 1/4 ഭാഗവും തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസം എന്നുള്ളത് എങ്ങനെ കൂട്ടിയെടുത്തിട്ട് നല്ലപോലെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാം, ഈ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ലൈഫ് അടിപൊളിയായി പോകണം, അല്ലെങ്കിൽ സക്സസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം ആദ്യം വേണം. എന്നിട്ട് മതി വേറെന്തെങ്കിലും കാര്യത്തിൽ വിശ്വസിക്കാൻ പോവാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. അത് തുടർന്ന് പോവുകയും വേണം, സക്സസ് ആയി തിരിച്ചു വരികയും വേണം. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ പറയുക, എനിക്ക് നല്ലതേ വരുള്ളൂ, എനിക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ നല്ല സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളാണ്, നല്ല ശക്തിയുണ്ട്, ബുദ്ധിയുണ്ട്, നല്ല ധൈര്യമുണ്ട്, എന്ത് വന്നാലും ചലഞ്ച് ഏറ്റെടുത്ത് അത് ചെയ്ത് സക്സസ്സിലേക്ക് എത്തിച്ചിരിക്കും, ഉറപ്പാണെന്നുള്ളത് നിങ്ങൾ ഡെയിലി രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കും പറ്റാവുന്ന സമയത്തൊക്കെ പറയാം. അത് നിങ്ങൾ മൈൻഡിൽ പറഞ്ഞാൽ മതി കേട്ടോ, വേറെ ആൾക്കാരോട് പോയി പറയണമെന്നല്ല. ഈ സമയത്ത് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടും, നല്ല പവർ വരും നിങ്ങളുടെ മൈൻഡിന്, നല്ല സ്ട്രോങ് ആവും മൈൻഡ്. ആ സമയത്ത് വരുന്നൊരു വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളോട് വരുന്നൊരു വിശ്വാസം. ആ ഒരു വിശ്വാസമാണ് ഇനി ബാക്കി നിങ്ങൾ എന്തൊക്കെയായി തീരണം എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വിശ്വാസം കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പേടിയുള്ളൊരു കാര്യം ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ സെമിനാർ എടുക്കാനൊക്കെ വളരെയധികം പേടിയുള്ള ആൾക്കാരായിരിക്കും മിക്കവാറും. നിങ്ങൾ പോയി സെമിനാർ എടുക്കണം. ഒറ്റ തവണ അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളോടുള്ളൊരു വിശ്വാസം കൂടിയാവും. ഇപ്പം എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ, നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ നല്ല പോലെ നിങ്ങളത് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിൽ നിന്ന് പിന്മാറാതെ നിങ്ങൾ അതിനെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് കോൺഫിഡൻസും ബിലീഫ്സും കാര്യങ്ങളൊക്കെ കൂടും. ഇനി അത് വെച്ചുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളൊരു ഐഡിയ കിട്ടുകയും അത് നല്ല രീതിക്ക് പോവുകയും ചെയ്യും. ഒരു ഐഡിയ കിട്ടിയാൽ മാത്രം പോരാ, നല്ല രീതിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഡെയിലി നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കണം. ഒരു തവണ ചെയ്തു, ഇനി ചെയ്യാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് പിന്മാറി നിൽക്കരുത്. ഡെയിലി അത് നമ്മൾ മൈൻഡിൽ ചിന്തിക്കണം, എനിക്ക് എല്ലാത്തിനും കഴിവുണ്ട്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും അത് നല്ലതിലേക്ക് എത്തിച്ചേരുള്ളൂ, നല്ലത് നടക്കുള്ളൂ എന്നുള്ളത് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾ അങ്ങനെ തന്നെ ആയി പോകും. നമ്മൾ ഓരോ കാര്യം ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻസ് ഓരോ വേവ്സ് പുറത്തേക്ക് വിടുന്നുണ്ട്, നമ്മൾ ആരും കാണുന്നില്ല. ആ ഒരു സംഭവം അട്രാക്ട് ചെയ്തെടുക്കും. എന്തിനെ നല്ലതാ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നല്ലതിനെ അട്രാക്ട് ചെയ്തെടുക്കും. ഇനി അഥവാ നിങ്ങൾ വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും സംഭവമാണ് കൂടുതൽ ആലോചിക്കുന്നത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ സംഭവമായിരിക്കും അട്രാക്ട് ചെയ്തെടുക്കുക. ബിലീഫ്സ് വേണം, അതേപോലെ തന്നെ നല്ല പോലെ തോട്ട്, അതായത് നല്ല രീതിക്കുള്ള തോട്ട്സുകൾ, ചിന്തകൾ നല്ലതാക്കുക. പിന്നെ നല്ല കാര്യങ്ങൾ മാത്രം പറയുക, നല്ല ആൾക്കാരോടുകൂടെ കൂട്ടുകൂടുക ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ അറിയാതെ തന്നെ നല്ലപോലെ ആയിത്തീരും. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫായി മാറണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താലും മതി. തലവര മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ബിലീവ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളോടുള്ളൊരു ബിലീഫ്. ഇനി അതല്ല, നിങ്ങൾക്ക് വരുന്നില്ല, സെൽഫ് കോൺഫിഡൻസ് ഒന്നുമില്ല, ബിലീവ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അമ്പലങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. ഏറ്റവും നല്ലൊരു മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം തന്നെയാണ്. മെഡിറ്റേഷൻ ചെയ്തും നമുക്ക് സെൽഫ് കോൺഫിഡൻസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പവറുകളും ഒക്കെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ചിന്താഗതി നന്നായിട്ട് അല്ലെങ്കിൽ നല്ലതാവണം എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം. അതിനൊന്നും സമയമില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കിട്ടുന്ന സമയത്ത് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് നിങ്ങൾക്ക് അമ്പലങ്ങളിൽ വിസിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന എന്ന് പറയുന്നതും ബിലീവ്സ് കൂട്ടാനും സെൽഫ് കോൺഫിഡൻസ് കൂട്ടാനൊക്കെ ഹെൽപ്പ്. ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് ലൈഫ് സെറ്റാക്കാൻ പറ്റും, അതായത് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും. അമ്പലങ്ങളിൽ പോവാം, അതല്ല വീട്ടിലിരുന്നിട്ട് ഓരോ അഫർമേഷൻസ് പറഞ്ഞിട്ട്. അഫർമേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല കഴിവുണ്ട്, എന്ത് കാര്യങ്ങളിലും ഇറങ്ങിത്തിരിച്ച് നന്നായി ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള സംഭവങ്ങൾ, അതിനാണ് അഫർമേഷൻസ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസും എനർജിയും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. മെഡിറ്റേഷൻ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എന്തിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടോ ഡിപ്പെൻഡ് ചെയ്യാതെയോ ഒക്കെ ചെയ്ത് ഈ ഒരു മൈൻഡ് സെറ്റാക്കി എടുക്കുക, എനർജി ബൂസ്റ്റ് ചെയ്തെടുക്കുക, ചിന്താഗതി മാറ്റിയെടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുക. സെൽഫ് കോൺഫിഡൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ഒന്നും നടക്കില്ല. സോ സെൽഫ് കോൺഫിഡൻസ് കൂട്ടിയെടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ലൈഫ് തന്നെത്താനെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോൾ തലവര മാറ്റാൻ വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. ലൈഫ് പാറ്റേൺസ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലവർക്ക് ലൈഫ് പാറ്റേൺസ് മനസ്സിലാവുന്നില്ല. വന്നുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്സ് ഉണ്ടാവും, അതായത് സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്സ്. ആ ഒരു മിസ്റ്റേക്ക് എന്തുകൊണ്ട് വരുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്താഗതിയാണ്. അത് മാറ്റിയെടുക്കുക. ഇനി വല്ല കടം ചോദിച്ചിട്ട് വരുന്ന ആൾക്കാരാക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ കടം കൊടുക്കാതിരുന്നാൽ മതി, കാര്യം ഇവിടെ കഴിഞ്ഞു. അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. സെൽഫ് കോൺഫിഡൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനി ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തലവര ആർക്കൊക്കെ മാറ്റണം, അങ്ങനെ മാറ്റാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബൈ.